കണ്ട ദൃശ്യങ്ങൾ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നുള്ളതാണ്. അത് പുറത്തുവിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ നീതിപീഠം സുപ്രീം കോടതി. പല ചണച്ചാക്കുകളിലായി കെട്ടിക്കൂമ്പാരമാക്കി സ്റ്റോർ റൂമിൽ ഇട്ടിരുന്നത് 15 കോടിയോളമാണെന്നും അതല്ല 18 കോടിയാണെന്നും പറയപ്പെടുന്നു. എത്ര തുക എന്നതിൽ സ്ഥിരീകരണമില്ല. തുക എത്രയാണെങ്കിലും രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ വിശ്വാസതയ്ക്ക് മേൽ കളങ്കമാണ് ആ കരിഞ്ഞ നോട്ടുകൾ. അതിലൊരു അഗ്നിശമന സേനാംഗം കത്തി 500 നോട്ടുകൾ കണ്ട് പറയുന്നുണ്ട്, ഈ തീയിൽ കിടക്കുന്നത് മഹാത്മാഗാന്ധിയാണല്ലോ. തീയിൽ കിടന്നത് മഹാത്മാഗാന്ധി മാത്രമല്ല, ക്രെഡിബിലിറ്റി കൂടിയാണ്. ഇടപെടുന്നുണ്ട് സുപ്രീം കോടതി. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനാണ് ഏറ്റവും ഒടുവിൽ കൊളീജിയം ശുപാർശ. എല്ലാവരെയും കൊണ്ട് തട്ടാൻ ഇതൊരു ട്രാഷ് ബിന്നല്ല, ഒരു ചവറ്റുകുട്ടയല്ല എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ യശ്വന്ത് വർമ്മയ്ക്കെതിരെ പണിമുടക്കി പ്രതിഷേധിക്കുന്നുണ്ട് അലഹബാദ് ബാർ അസോസിയേഷൻ. ഏതു സംവിധാനങ്ങളുടെ വിശ്വാസത തകർന്നാലും അവസാന ആശ്രയം എന്ന നിലയ്ക്ക് ഓടിച്ചെന്ന് വാതിൽ മുട്ടാനുള്ള ഒരു ആശ്രയ കേന്ദ്രത്തിലും അഴിമതിയും പുഴുക്കുത്തുമെങ്കിൽ രാജ്യം അതിന്റെ പൗരന്മാർ നിസ്സഹായമാകും. അത് സംഭവിച്ചുകൂടാ. സംഭവിച്ചാൽ അനാർക്കിയാണ്, അരാജകത്വമാണ്. വർമ്മയെ സ്ഥലം മാറ്റിയതുകൊണ്ട് മാത്രം പരിഹാരമാകുന്നുണ്ടോ? വിശ്വാസം വീണ്ടെടുക്കാൻ അസാധാരണമായി പ്രവർത്തിക്കേണ്ടേ സുപ്രീം കോടതി?